ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ബാങ്കിങ്ങിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രൊവിഷനിങ് ആണ്. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ മാർക്കിംഗ് ഫോർ കണ്ടിൻജൻസി. ബാങ്കിൻ്റെ ഏറ്റവും വലിയ അസറ്റ് അഡ്വാൻസസ് ആൻഡ് ലോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ലോൺ പ്രൊവൈഡ് ചെയ്യും ആവശ്യമുള്ളവർക്ക്. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഇൻകം, പിന്നെ അതിൻ്റെ പ്രിൻസിപ്പൽ റിക്കവറിയും കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ ലോൺ കിട്ടാതെ വരും, അല്ലെങ്കിൽ ഈ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അക്കൗണ്ട്സ് ചിലപ്പോൾ പെർഫോം ചെയ്യില്ല, വിചാരിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യില്ല. അതിനെ പറയുന്ന പേരാ നോൺ പെർഫോമിങ് അസറ്റ്സ്. അപ്പോൾ ഈ ലോൺ അക്കൗണ്ട് എന്ന് പറയുന്ന ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അസറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് അല്ലെങ്കിൽ വിഗറസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ റിക്കവറി കൃത്യമായിട്ട് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ലോസ് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസസ് ആൻഡ് ലോൺസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബാങ്ക്സ്. ഒന്ന് സ്റ്റാൻഡേർഡ് അസറ്റ്സ്, 2 സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ് ആൻഡ് ലോസ് അസറ്റ്സ്. അപ്പം 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻഡേർഡ് അസറ്റ്സ്, രണ്ടാമത്തെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, മൂന്നാമത്തെ ഡൗട്ട്ഫുൾ അസറ്റ്സ്, നാലാമത്തെ ലോസ് അസറ്റ്സ്. പേര് പോലെ തന്നെ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പേയ്മെൻറ്റ്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും ഒക്കെ കൃത്യമായിട്ട് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിന് കിട്ടുന്നൊരു അക്കൗണ്ടിനെയാണ് അല്ലെങ്കിൽ അസറ്റിനെയാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയാം. അതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നൊരു അഡ്വാൻസ് അല്ലെങ്കിൽ അസറ്റല്ല. പേയ്മെൻറ്റൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. എന്നിരുന്നാലും ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് പ്രൊവിഷൻ, അതായത് ഒരു കണ്ടിൻജൻസിക്ക് വേണ്ടി ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, ഒരു പ്രത്യേക ഫണ്ട് ഇയർ മാർക്ക് ചെയ്യണം. അതിന് ബാങ്കിൽ ചില നോംസ് ഉണ്ട്. ഇത്ര പെർസെൻറ്റേജ് മാറ്റണം, ഇത്ര പെർസെൻറ്റേജ് ഇയർ മാർക്ക് ചെയ്യണം എന്നൊക്കെ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രൊവിഷനിങ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് അസറ്റ് പറഞ്ഞു ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാത്ത കൃത്യമായിട്ട് പേയ്മെൻറ്റൊക്കെ വരുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. ഓക്കെ. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്കും സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസസിനും കൊടുത്തേക്കുന്ന ഡയറക്റ്റ് അഡ്വാൻസസ്. ഓക്കെ. അതിന് ആ അഡ്വാൻസിന് അഗൻസ്റ്റായിട്ട് 0.25% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കൃത്യമായിട്ട് കിട്ടുന്നതാണെങ്കിൽ കൂടി അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ SME ആവശ്യങ്ങൾക്കായിട്ട് അഡ്വാൻസ് ചെയ്തേക്കുന്ന അഡ്വാൻസിൻ്റെ 0.25% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇനി കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് കൊടുത്തേക്കുന്ന അഡ്വാൻസ് ആണെങ്കിൽ ആ അഡ്വാൻസിൻ്റെ 1% പ്രൊവിഷൻ ബാങ്ക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത അതർ ലോൺ അസറ്റ്സ് ആണെങ്കിൽ 0.40% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷനിങ്. ഇനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഉണ്ട്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസറ്റിനെ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, പക്ഷേ 12 months എക്സീഡ് ചെയ്തിട്ടില്ല. ഈ ക്ലാസിഫിക്കേഷന് ശേഷം 12 months എക്സീഡ് ചെയ്തിട്ടില്ല. അതായത് ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം 12 മാസം ആയിട്ടില്ല. അങ്ങനത്തെ NPA അസറ്റുകളെ അല്ലെങ്കിൽ NPA അഡ്വാൻസുകളെയാണെങ്കിൽ എന്ത് പറയുക, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്. അതായത് NPA ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് 12 മാസം ആയിട്ടില്ല. ഓക്കെ. അങ്ങനെയുള്ള ലോണുകൾ അല്ലെങ്കിൽ അഡ്വാൻസുകൾക്ക് സെക്യൂർഡ് പോർഷൻ ഉള്ള ലോൺ അല്ലെങ്കിൽ സെക്യൂർഡ് ലോൺസ് ആണെങ്കിൽ ടോട്ടൽ അഡ്വാൻസിൻ്റെ 15%, അതായത് ആ സെക്യൂർഡ് ലോണിൻ്റെ 15% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അൺസെക്യൂർഡ് ഇൻഫ്രാസ്ട്രക്ചർ ലോൺ, ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള വേർഡ് നോക്കുക. ഇൻഫ്രാസ്ട്രക്ചർ ലോൺ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അൺസെക്യൂർഡ് ആണെങ്കിൽ അതിന് 20%, ആ അഡ്വാൻസിൻ്റെ 20% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അതർ അൺസെക്യൂർഡ് ലോൺ അക്കൗണ്ട്, ഇവിടെ അൺസെക്യൂർഡ് ഇൻഫ്രാസ്ട്രക്ചർ ലോണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇൻഫ്രാസ്ട്രക്ചർ ലോൺ അല്ലാത്ത അൺസെക്യൂർഡ് ലോണുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ 25% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. സെക്യൂർഡ് ആണെങ്കിൽ 15%, അൺസെക്യൂർഡ് ഇൻഫ്രാസ്ട്രക്ചർ ലോൺ ആണെങ്കിൽ 20%, അൺസെക്യൂർഡ് അതർ ലോൺസ് ആണെങ്കിൽ 25%. അത് എന്തിൻ്റെ കാര്യത്തിലാണ്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPA ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് 12 മാസം ആയിട്ടില്ല. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഡൗട്ട്ഫുൾ അസറ്റ്. ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്തതിന് ശേഷം 12 മാസം കഴിഞ്ഞു, അതായത് 12 മാസം കഴിഞ്ഞിട്ട് NPA എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ഇരിക്കുന്ന അഡ്വാൻസുകളെയാണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറയുക. ഈ ഡൗട്ട്ഫുൾ ലോൺ അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ അസറ്റായിട്ട് കൺവേർട്ട് ചെയ്ത അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത അഡ്വാൻസസിൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള അഡ്വാൻസസിന് 100% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അൺസെക്യൂർഡ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ 100% മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി സെക്യൂർഡ് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അസറ്റുകൾ, സെക്യൂർഡ് പോർഷനുള്ള അസറ്റുകളാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അസറ്റുകൾക്ക് 25%,
എക്സീഡിങ് 1 ഇയർ ബട്ട് നോട്ട് എക്സീഡിങ് 3 ഇയേഴ്സ് അങ്ങനെയുള്ള ഡൗട്ട്ഫുൾ അസറ്റ്സിന് 40%, 3 വർഷത്തിന് മുകളിൽ ഡൗട്ട്ഫുൾ അസറ്റായിട്ട് കാറ്റഗറൈസ് ചെയ്ത അഡ്വാൻസസിന് 100%. ഇത്രയും വേണം പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇയർ മാർക്ക് ചെയ്യാൻ. ഇനി 4ാമത്തെ ക്ലാസിഫിക്കേഷൻ ലോസ് അസറ്റ്. ലോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും 3 വർഷമായിട്ട് കിട്ടുന്നില്ല. ഇതിനി സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണെങ്കിൽ കൂടി 3 വർഷമായിട്ട് സബ്സ്റ്റാൻഡേർഡ് അസറ്റായിട്ടിരിക്കുന്ന ഒരു അഡ്വാൻസിനെ ലോസ് അസറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ലോസ് അസറ്റ് ആണെങ്കിൽ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം ബാങ്ക്. അപ്പോൾ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യേണ്ട. ഒന്ന് സ്റ്റാൻഡേർഡ് അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് പേയ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അഗ്രികൾച്ചർ അല്ലെങ്കിൽ SMEക്ക് ആണെങ്കിൽ 0.25% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിനാണെങ്കിൽ 1%, ബാക്കിയുള്ള ലോൺ അസറ്റ്സിന് 0.4% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സെക്യൂർഡ് ലോൺസിന് 15%, അൺസെക്യൂർഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ 20%, അൺസെക്യൂർഡ് അതർ ലോൺസ് ആണെങ്കിൽ 25%. ഇനി ഡൗട്ട്ഫുൾ ആണെങ്കിൽ, അതായത് ഡൗട്ട്ഫുൾ എന്ന് പറയുന്നത് NPA കാറ്റഗറൈസേഷൻ കഴിഞ്ഞിട്ട് 12 മാസം കഴിഞ്ഞു. അൺസെക്യൂർഡ് പോർഷൻ 100%, സെക്യൂർഡ് പോർഷൻ അപ് ടു 1 ഇയർ ആണെങ്കിൽ 25%, എക്സീഡിങ് 1 ഇയർ ബട്ട് നോട്ട് എക്സീഡിങ് 3 ഇയേഴ്സ് 40%, എക്സീഡിങ് 3 ഇയേഴ്സ് ആണെങ്കിൽ 100%. ലോസ് അസറ്റിൻ്റെ കാര്യത്തിൽ 100% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇല്ലസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടും. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദ പ്രൊവിഷൻസ് റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ബാങ്ക് ഓഫ് മൈസൂർ ഫോർ ദ ഇയർ എൻഡഡ് 31st March 2017. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന പ്രൊവിഷൻ എത്ര വേണം, ബാങ്ക് ഓഫ് മൈസൂരിന് എത്ര 31st March 2017 ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് വന്നിട്ടുണ്ട് 10 lakh, സബ് സ്റ്റാൻഡേർഡ് അസറ്റ് അതിൽ സെക്യൂർഡ് പോർഷൻ 5 lakh ആണ്, ലോസ് അസറ്റ് 1,10,000, ഡൗട്ട്ഫുൾ അസറ്റ് ഫോർ എ പീരീഡ് ഓഫ് 1 year 2 lakh, ഫോർ എ പീരീഡ് ഓഫ് 2 years 1 lakh. അപ്പോൾ എത്രയൊക്കെയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് അസറ്റ് 10 lakh ഉണ്ട്. ഇവിടെ അഗ്രികൾച്ചറോ SMEയോ അല്ല, നമുക്ക് ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. പിന്നെ എന്തുമല്ല, അഗ്രികൾച്ചർ ആൻഡ് SME ആണെങ്കിൽ എത്ര വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്, 0.25 അല്ലേ. ഇനി കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറും അല്ല, അവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതാണെങ്കിൽ 1%. ഇപ്പോൾ എന്തിൽ വരും, അതർ ലോൺ അസറ്റ്സിൽ വരും. അപ്പോൾ 0.4 വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലേ. അപ്പോൾ ടോട്ടൽ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് 10 lakh ഉണ്ട്, അതിൻ്റെ 0.4% എന്ത് ക്രിയേറ്റ് ചെയ്യണം, പ്രൊവിഷൻ. അതായത് 10 lakhൻ്റെ 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4,000 rupees. ഇനി സബ് സ്റ്റാൻഡേർഡ് ആണ്, സെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ എത്ര വേണം, ഇവിടെ എത്രയൊക്കെയാണ് തന്നേക്കുന്നത്, സബ് സ്റ്റാൻഡേർഡ് ആണ്, സെക്യൂർഡ് ആണെങ്കിൽ 15%, അൺസെക്യൂർഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ 20%, അൺസെക്യൂർഡ് അതർ ലോൺ ആണെങ്കിൽ 25%. ഇവിടെ നമ്മൾക്ക് എന്താ പറഞ്ഞേക്കുന്നത്, സബ് സ്റ്റാൻഡേർഡ് സെക്യൂർഡ് ആണ്, അതായത് 15% അഡ്വാൻസിൻ്റെ ടോട്ടൽ അഡ്വാൻസിൻ്റെ 15%, അതായത് 75,000. ഇനി ഡൗട്ട്ഫുൾ അസറ്റ്സ് അല്ലേ, ഡൗട്ട്ഫുൾ അസറ്റ് ഫോർ എ പീരീഡ് ഓഫ് 1 year ആണെങ്കിൽ 25%, എക്സീഡിങ് 1 year ബട്ട് നോട്ട് എക്സീഡിങ് 3 years ആണെങ്കിൽ 40%. അപ്പോൾ എക്സീഡിങ് 1 year അപ് ടു 1 yearന് 25%, അതായത് 2 lakhൻ്റെ 25% 50,000. ഇനി 1 year to 3 year ആണെങ്കിൽ 40%, അതായത് 1 lakh ഉണ്ട്, 1 lakhൻ്റെ 40% എന്ന് പറഞ്ഞാൽ 40,000. ലോസ് അസറ്റ് ആണെങ്കിൽ 100% അല്ലേ. അപ്പോൾ 1,10,000ൻ്റെ 100%ഉം പ്രൊവൈഡ് ചെയ്യണം, 1,10,000. അപ്പോൾ ടോട്ടൽ പ്രൊവിഷൻ എത്രയാണ്, 4,000 പ്ലസ് 75,000 പ്ലസ് 50,000 പ്ലസ് 40,000 പ്ലസ് 1,10,000 2,79,000. അതാണ് ടോട്ടൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രൊവിഷനായിട്ട് കാണിക്കേണ്ടത് 2,79,000 ആണ്. ഇനി വേറൊരു ഇല്ലസ്ട്രേഷൻ, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ City Bank of Bangalore for the year ended 31st March 2017. സ്റ്റാൻഡേർഡ് അസറ്റ് 82,70,000 തന്നിട്ടുണ്ട്, സബ് സ്റ്റാൻഡേർഡ് സെക്യൂർഡ് 3,80,000 തന്നിട്ടുണ്ട്, ഡൗട്ട്ഫുൾ 1 year തന്നിട്ടുണ്ട്, 2 year തന്നിട്ടുണ്ട്. ഓക്കെ, ലോസ് അസറ്റ് എത്രയാണ് തന്നേക്കുന്നത്, 16,000 ആണ് തന്നേക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് അസറ്റ് 82,70,000. ഇവിടെ അഗ്രികൾച്ചർ ആണോ SME ആണോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടർ ആണോ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അതർ ഇതിൽ വരും. അതിനെത്ര പ്രൊവൈഡ് ചെയ്യേണ്ടത്, 0.4, 82,70,000ൻ്റെ 0.4, അതായത് 33,080. ഇനി സബ് സ്റ്റാൻഡേർഡ് അസറ്റ് സെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ 15% അല്ലേ, 3,80,000 ഉണ്ട്. ഇവിടെ 3,18,000 ടോട്ടൽ സബ് സ്റ്റാൻഡേർഡ് സെക്യൂർഡ് പോർഷൻ ഉണ്ട്, അതിൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57,000. ഇനി ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അപ് ടു 1 year അതിൽ 40,000 ആണ് ടോട്ടൽ അൺസെക്യൂർഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡൗട്ട്ഫുൾ ഡെറ്റിൽ അൺസെക്യൂർഡ് പോർഷൻ എത്രയാണ്,
5,000. അൺസെക്യൂർഡ് പോർഷൻ എത്ര വേണം? 100 അല്ലേ, 100%. അപ്പോൾ 5,000 100%, 5,000. ഇനി സെക്യൂർഡ് പോർഷൻ 40,000-ൽ 5,000 അൺസെക്യൂർഡ് ആണ്. അപ്പോൾ ബാക്കി 35,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് ആണ്. സെക്യൂർഡ് ആണെങ്കിൽ 25%. 35,000 25% എന്ന് പറഞ്ഞാൽ 8,750. ഇനി അപ് ടു എക്സീഡിങ് 1 ഇയർ ബട്ട് നോട്ട് എക്സീഡിങ് 3 ഇയേഴ്സ്, അതിലാണ് ആ കാറ്റഗറിയിലാണ് ഈ 30,000 വരിക. ഈ 30,000-ൽ 3,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ആണ്, ബാക്കി 27 സെക്യൂർഡ് ആണ്. അപ്പോൾ അൺസെക്യൂർഡ് പോർഷൻ എത്ര? എപ്പോഴും 100% ആണ് അല്ലേ, ഡൗട്ട്ഫുൾ. അപ്പോൾ 3,000 100%, 3,000. ബാക്കി 27,000 എത്രയാണ്? എക്സീഡിങ് 1 ബട്ട് നോട്ട് എക്സീഡിങ് 3, അതിന് 40% ആണ്. അപ്പോൾ 27,000 40%, 10,800. ലോസ് അസെറ്റ് 16,000 ഉണ്ട്. ലോസ് അസെറ്റ് എപ്പോഴും 100% പ്രൊവിഷൻ ആണ് അല്ലേ, 16,000 തന്നെ. അതിൻ്റെ ടോട്ടൽ എത്ര വരും? 1,33,630. ഇനി വേറൊരു ഇല്ലസ്ട്രേഷൻ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ടു ബി ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ കമേഴ്ഷ്യൽ ബാങ്ക്. സ്റ്റാൻഡേർഡ് അസെറ്റ് വന്നിട്ടുണ്ട്. അതിൽ അഗ്രികൾച്ചർ ആൻഡ് SME 1,000 ഇൻ ലാക്സ് ആണ്. അഡ്വാൻസ് ടു അഗ്രികൾച്ചർ ആൻഡ് SME സെക്ടർ 1,000 വന്നിട്ടുണ്ട്. അഡ്വാൻസ് ടു റിയൽ എസ്റ്റേറ്റ് സെക്ടർ 2,000 ഉണ്ട്. അതർ ലോൺ 5,000. ഓക്കെ. ഇനി സബ് സ്റ്റാൻഡേർഡ് അസെറ്റ് വന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂർഡ് പോർഷൻ 1,000, ഇൻഫ്രാസ്ട്രക്ചർ അൺസെക്യൂർഡ് പോർഷൻ 120, അതർ ലോൺ അക്കൗണ്ട് സെക്യൂർഡ് 1,000, അതർ ലോൺ അക്കൗണ്ട് അൺസെക്യൂർഡ് 120. ഇനി ഡൗട്ട്ഫുൾ അസെറ്റ് അൺസെക്യൂർഡ് വന്നിട്ടുണ്ട് 200. ഡൗട്ട്ഫുൾ അസെറ്റ് സെക്യൂർഡ് പോർഷൻ 1 ഇയറിൻ്റെ വന്നിട്ടുണ്ട്, അപ് ടു 2 ഇയേഴ്സ് വന്നിട്ടുണ്ട്, ഫോർ 3 ഇയേഴ്സ് വന്നിട്ടുണ്ട്. ലോസ് അസെറ്റും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് അസെറ്റിൻ്റെ നോക്കാം. സ്റ്റാൻഡേർഡ് അസെറ്റിൻ്റെ അഡ്വാൻസസ് ടു അഗ്രികൾച്ചർ ആൻഡ് SME ആണെങ്കിൽ എത്രയാണ്? 0.25% ആണല്ലേ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 ആണ്. അതിൻ്റെ 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5. ഇനി അഡ്വാൻസസ് ടു റിയൽ എസ്റ്റേറ്റ് സെക്ടർ 1% ആണ്. നമുക്ക് ഇവിടെ എത്രയാണ് നിൽക്കുന്നത്? 2,000 ആണ്. അതിൻ്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ് അല്ലേ. അപ്പോൾ 20 പ്രൊവൈഡ് ചെയ്തു, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. അതർ ലോൺസ്, അതായത് അഗ്രികൾച്ചർ ആൻഡ് SME അഡ്വാൻസ് ടു CREയിൽ പെടാത്ത പോർഷൻ, അതർ സ്റ്റാൻഡേർഡ് അസെറ്റ് 5,000 ഉണ്ട്. അതിൻ്റെ 40.4%, അതായത് 20. അങ്ങനെ സ്റ്റാൻഡേർഡ് അസെറ്റിൻ്റെ ടോട്ടൽ പ്രൊവിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി സബ്സ്റ്റാൻഡേർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ സെക്യൂർഡ്, ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ സെക്യൂർഡിനാണ് അവിടെ പറയുക. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂർഡ് എന്ന് പറഞ്ഞിട്ടില്ല, ഇൻഫ്രാസ്ട്രക്ചർ അൺസെക്യൂർഡിലാണ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. സബ്സ്റ്റാൻഡേർഡ് അസെറ്റ് സെക്യൂർഡ് ആണെങ്കിൽ 15% ആണ്, അത് ഏത് സെക്ടറിലായാലും. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂർഡ് എത്ര വന്നിട്ടുണ്ട്? 1,000 വന്നിട്ടുണ്ട്. അപ്പോൾ 15%, അതായത് 150. ഇനി ഇൻഫ്രാസ്ട്രക്ചർ അൺസെക്യൂർഡ് ആണെങ്കിൽ 20% പ്രൊവൈഡ് ചെയ്യണം. അൺസെക്യൂർഡ് എത്ര നിൽക്കുന്നത്? 120 ആണ്. അതിൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24. ഇനി അതർ ലോൺ സെക്യൂർഡ് ആണെങ്കിൽ സബ്സ്റ്റാൻഡേർഡിൽ എപ്പോഴും 15% ആണ്. അപ്പോൾ 1,000 ഉണ്ട് സെക്യൂർഡ്, അപ്പോൾ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150. അതർ ലോൺ അൺസെക്യൂർഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ 20 കാണിക്കണം. അതർ അൺസെക്യൂർഡ് ലോൺ ആണെങ്കിൽ 25 ആണ്. അപ്പോൾ 120യുടെ 25 30. അപ്പോൾ നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസെറ്റിൻ്റെ പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്തു. ഇനി ഡൗട്ട്ഫുൾ അസെറ്റ് അൺസെക്യൂർഡ് പോർഷൻ ആണെങ്കിൽ എന്താ പറഞ്ഞത്? 100% പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അൺസെക്യൂർഡ് ഡൗട്ട്ഫുൾ അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഉണ്ട്. അപ്പോൾ അതിൻ്റെ 100% 200 തന്നെ. ഇനി കവേർഡ് ബൈ സെക്യൂരിറ്റി അപ് ടു 1 ഇയർ ആണെങ്കിൽ 25%, അത് 50 ഉണ്ട്. അപ്പോൾ അതിൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5. ഇനി എക്സീഡിങ് 1 ഇയർ ബട്ട് നോട്ട് എക്സീഡിങ് 3 ഇയേഴ്സ്, അത്രയുണ്ട്. അതിന് 40% ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 100 ഉണ്ട്. അപ്പോൾ അതിൻ്റെ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40. ഇനി ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട് അല്ലേ, ഫോർ 3 ഇയേഴ്സ്. ഇത് എക്സീഡിങ് അല്ല, അപ് ടു 3 ഇയേഴ്സ് ആണ്. എക്സീഡിങ് 1 ഇയർ ബട്ട് നോട്ട് എക്സീഡിങ് 3 ഇയേഴ്സ്, അപ്പോൾ അതിനും 40% തന്നെയാണ്. അത് 200 ഉണ്ട്. അപ്പോൾ 200, അതിൻ്റെ 40% 80. ഇനി ലോസ് അസെറ്റ് എത്ര തന്നിട്ടുണ്ട്? 350 തന്നിട്ടുണ്ട്. അതിൻ്റെ 100% പ്രൊവൈഡ് ചെയ്യണം, 350 തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രൊവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട എമൗണ്ട് കിട്ടും. എത്രയാണ്? 1,079. ഇതാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. പിന്നെ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്. ഈ പേഴ്സൻറ്റേജൊക്കെ നിങ്ങൾ ചെയ്ത് വന്നാലേ ഓർത്തിരിക്കുകയുള്ളൂ. അപ്പോൾ ചെയ്തു നോക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ പ്രോബ്ലംസ് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.